ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ ചാപ്റ്ററാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് വ്യാപക മർദ്ദം? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം അറിയപ്പെടുന്നതാണ് വ്യാപക മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം അറിയപ്പെടുന്നതാണ് വ്യാപക മർദ്ദം. ഇനി വായുവിൻ്റെ പ്രത്യേകതകളാണ്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് ഭാരമുണ്ട്. വായുവിൻ്റെ പ്രത്യേകതകളാണ്: വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് ഭാരമുണ്ട്. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം. അപ്പോൾ യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലം വാതകമർദ്ദമാണ്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം. ഇനി അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ഒന്നുകൂടി, അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ടോറിസെല്ലി മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം ആവിഷ്കരിച്ചത്? ഗലീലിയോ. ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ചാണ് ടോറിസെല്ലി മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം ആവിഷ്കരിച്ചത്. ടോറിസെല്ലി ബാരോമീറ്റർ നിർമ്മിച്ച വർഷം 1644. ടോറിസെല്ലി ബാരോമീറ്റർ നിർമ്മിച്ച വർഷം 1644. ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾ ഏതൊക്കെ? വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയ്റോഡൈനാമിക്സ് ഘടന, സ്പ്രേ ബോട്ടിൽ. ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങളാണ് വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയ്റോഡൈനാമിക്സ് ഘടന, സ്പ്രേ ബോട്ടിൽ. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള കാരണം? ആഴം കൂടുമ്പോൾ ദ്രാവക മർദ്ദം കൂടുന്നു. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള കാരണം എന്താണ്? ആഴം കൂടുമ്പോൾ ദ്രാവക മർദ്ദം കൂടുന്നു. അന്തരീക്ഷ മർദ്ദം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? സൈഫൺ, ഡ്രോപ്പർ, സിറിഞ്ച്. അന്തരീക്ഷ മർദ്ദം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സൈഫൺ, ഡ്രോപ്പർ, സിറിഞ്ച്. എന്താണ് ബെർണോളിയുടെ തത്വം? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. എന്താണ് ബെർണോളിയുടെ തത്വം? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനി. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. വാതകം എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭമാണ് ബലൂൺ വീർപ്പിക്കുന്നത്. വാതകം എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭമാണ് ബലൂൺ വീർപ്പിക്കുന്നത്. ഒരു വശത്ത് ദ്വാരമിട്ട സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? സ്ട്രോയുടെ ഉള്ളിൽ വായുമർദ്ദം കുറയുന്നില്ല. ഒരു വശത്ത് ദ്വാരമിട്ട സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? സ്ട്രോയുടെ ഉള്ളിൽ വായുമർദ്ദം കുറയുന്നില്ല. അപ്പോൾ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം അറിയപ്പെടുന്നതാണ് വ്യാപകമർദ്ദം. വായുവിൻ്റെ പ്രത്യേകതകളാണ്: വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് ഭാരമുണ്ട്. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദമാണ് മർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം.
അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ചതാരാണ്? ടോറിസെല്ലി. ഗലീലിയോയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ടോറിസെല്ലി മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം ആവിഷ്കരിച്ചത്. ടോറിസെല്ലി ബാരോമീറ്റർ നിർമ്മിച്ച വർഷം എന്നാണ്? 1644. ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം എങ്ങനെയൊക്കെയാണ്? വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക്സ് ഘടന, സ്പ്രേ ബോട്ടിൽ. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള കാരണമാണ് ആഴം കൂടുമ്പോൾ ദ്രാവകമർദ്ദം കൂടുന്നു. അന്തരീക്ഷ മർദ്ദം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സൈഫൺ, ഡ്രോപ്പർ, സിറിഞ്ച്. ബെർണോളി തത്വം എന്താണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം അളക്കാൻ മർദ്ദമാപിനിയാണ് ഉപയോഗിക്കുന്നത്. മർദ്ദമാപിനി ഉപയോഗിക്കുന്നു. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. വാതകം എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭമാണ് ബലൂൺ വീർപ്പിക്കുന്നത്. ഒരു വശത്ത് ദ്വാരമിട്ട സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ കഴിയില്ല, കാരണം സ്ട്രോയുടെ ഉള്ളിൽ വായുമർദ്ദം കുറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.